ലൂണയുടെ കോൺട്രാക്റ്റ് അങ്ങനെയൊക്കെ BFC പുതുക്കിയിട്ടുണ്ട്. പക്ഷേ ലൂണയുടെ കോൺട്രാക്റ്റ് 2027 വരെ പുതുക്കി. പക്ഷേ ഇപ്പോഴും അവരുടെ സൂപ്പർ സ്ട്രൈക്കർ ഡയമന്തക്കോസിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടില്ല. ദിമിയുടെ കോൺട്രാക്റ്റ് പുതുക്കുമോ? ചോദ്യം നിരവധിയാണ്. പക്ഷേ കോൺട്രാക്റ്റ് പുതുക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷെ ചെറിയ സാധ്യതകൾ, വെറും 20% സാധ്യത നമുക്ക് പറയാം ദിമിയുടെ കോൺട്രാക്റ്റ് പുതുക്കുമെന്ന്. ഇപ്പം ദിമിയെ പറ്റി കുറച്ച് നമ്മളുടെ ഒരു ഒപ്പീനിയൻ പുതുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം പുതുക്കിയാൽ മികച്ച ഒരു ഗോൾ സ്കോററിനെ നമുക്ക് ഒരിക്കൽ കൂടി നമ്മളെ കയ്യിൽ കിട്ടും. കൈ വിട്ടാൽ ആ ഒരു ഗോൾ സ്കോർ നമ്മൾ കയ്യിൽ നിന്ന് പോകും. കാരണം ഗോൾഡൻ ബൂട്ടൊക്കെ നേടിയ ഒരാളാണ്. അപ്പോൾ അയാൾ പറയുന്ന സാലറി തന്നെ ഇവർ കൊടുക്കുക. പിന്നെ അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ദിമിയെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പറയുന്ന സാലറി തന്നെ കൊടുത്താൽ ആളെ നിലനിൽക്കത്തുള്ളൂ. എന്തായാലും ദിമിയുടെ കോൺട്രാക്റ്റ് പുതുക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ കേരള കൊണ്ട് അറിയാൻ പറ്റത്തില്ല. പക്ഷേ സർപ്രൈസിങ് ആണ് ലൂണയുടെ കോൺട്രാക്റ്റ് പുതുക്കൽ. അതേ കണക്ക് ഇതും ഒരു സർപ്രൈസായിട്ട് വരട്ടെ. ഇതുമായിട്ടും ഒരു കൺഫർമേഷൻ ന്യൂസൊന്നും വന്നിട്ടില്ല ദിമിയുടെ കോൺട്രാക്റ്റ് പുതുക്കിയോ എന്ന്.